ആയുർവേദ ചികിത്സാ രംഗത്ത് വളരെ പ്രശസ്തനായ വ്യക്തിയായിരുന്നല്ലോ കോട്ടക്കൽ ആര്യവൈദ്യശാലയിലെ ഡോക്ടർ PK വാര്യർ. അദ്ദേഹം പല മാറാരോഗങ്ങളും ആയുർവേദ ചികിത്സയിലൂടെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇന്ത്യയിൽ എന്നല്ല, വിദേശത്ത് നിന്നുൾപ്പെടെ രോഗം ബാധിച്ച ധാരാളം പ്രശസ്തർ കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ ചികിത്സ തേടി അതിൽ വിജയിച്ചിട്ടുണ്ട്. അദ്ദേഹം യൂറിൻ തെറാപ്പി എന്നുള്ള ചികിത്സാ രീതിയെ അംഗീകരിച്ചിരുന്നു. അദ്ദേഹം യൂറിൻ തെറാപ്പി സ്വയം ചെയ്യുന്നതായിട്ടും മറ്റുള്ളവരെ ചെയ്യുവാനും പ്രോത്സാഹിപ്പിച്ചിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ ആയുർവേദ ചികിത്സയിൽ യൂറിൻ തെറാപ്പി ഉപയോഗിച്ചിരുന്നോ? അതിനെപ്പറ്റി ഒരു മറുപടി തരാമോ? കോട്ടക്കൽ ആര്യവൈദ്യശാലയിൽ ഗോമൂത്രം ഉപയോഗിച്ചുള്ള മരുന്നുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. എന്നാൽ മനുഷ്യമൂത്രം ഉപയോഗിച്ചുള്ള മരുന്നുകളൊന്നും അവിടെ ഉൽപ്പാദിപ്പിക്കുന്നില്ല. ആയുർവേദ ഗ്രന്ഥങ്ങളിൽ 8 മൃഗങ്ങളുടെ മൂത്രത്തിൻ്റെ ഔഷധ ഗുണം വിവരിക്കുന്നുണ്ട്. പശു, ആട്, കുതിര, ആന, എരുമ, കഴുത, ഒട്ടകം തുടങ്ങിയ 8 മൃഗങ്ങളുടെ മൂത്രത്തിൻ്റെ ഔഷധ ഗുണത്തെക്കുറിച്ച് ആയുർവേദ ഗ്രന്ഥങ്ങളിൽ ഉണ്ടെങ്കിലും പ്രധാനമായും ഗോമൂത്രം ഉപയോഗിച്ചുള്ള മരുന്നുകൾ മാത്രമാണ് അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. മനുഷ്യമൂത്രത്തിൻ്റെ ഔഷധ മൂല്യത്തെക്കുറിച്ചും ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പരാമർശമുണ്ട്. യൂറിൻ തെറാപ്പി എന്ന ഗ്രന്ഥം മാതൃഭൂമി പ്രസിദ്ധീകരിക്കും മുമ്പ് ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ അദ്ദേഹത്തിന് ഒരു കത്തെഴുതിയിരുന്നു. ഗ്രന്ഥം തയ്യാറാക്കുന്നതറിഞ്ഞ് അദ്ദേഹം അഭിനന്ദനങ്ങളും ആശംസകളും അറിയിച്ചിരുന്നു. അദ്ദേഹം അയച്ച ഒരു മറുപടി കത്ത് അദ്ദേഹത്തിൻ്റെ തന്നെ അനുവാദത്തോടെ മാതൃഭൂമി ആരോഗ്യമാസികയ്ക്ക് അയച്ചു കൊടുത്തിരുന്നു. അത് ആരോഗ്യമാസികയിൽ പ്രസിദ്ധീകരിച്ചതിനെ തുടർന്ന് യൂറിൻ തെറാപ്പിയെക്കുറിച്ചൊരു സംവാദം തന്നെ തുടർ ലക്കങ്ങളിൽ നടന്നിരുന്നു. ചന്ദ്രൻ സൂര്യശില സംവിധാനം നിർവഹിച്ച വാട്ടർ ഓഫ് ലൈഫ് എന്ന ഡോക്യുമെൻ്ററി ഫിലിമിൻ്റെ CD-യുടെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചത് ഡോക്ടർ PK വാര്യരായിരുന്നു. കോട്ടക്കൽ ആര്യവൈദ്യശാലയിൽ വെച്ച് തന്നെയാണ് CD-യുടെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കപ്പെട്ടത്. സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഇന്ന് രാവിലെയും മൂത്രം കുടിച്ചിട്ടാണ് താൻ വരുന്നത് എന്നാണ്. 1980 മുതൽ താൻ തുടർച്ചയായി മൂത്രപാനം ചെയ്യുന്നുണ്ടെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ആയുർവേദ ഗ്രന്ഥങ്ങളിൽ മൂത്രഗുണങ്ങളെക്കുറിച്ച് വർണ്ണനകൾ ഉണ്ടെങ്കിലും അവയൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും താൻ മൂത്രപാനം ആരംഭിച്ചത് ഇറ്റലിയിൽ സന്ദർശനം നടത്തിയ ശേഷമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇറ്റലിയിലെ സന്ദർശനത്തിനിടയിൽ അവിടെ പ്രഗത്ഭരായ പലരും മൂത്രപാന ശീലമുള്ളവരാണെന്ന സത്യം അറിയുവാനിടയായി. അവർക്ക് അത് തുറന്നു പറയുന്നതിൽ മടി ഒന്നുമില്ല താനും. ഇറ്റലിയിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷമാണ് താൻ മൂത്രപാനം സ്ഥിരശീലമാക്കിയത് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ചില രോഗികളോട് യൂറിൻ തെറാപ്പി ചെയ്യാൻ അദ്ദേഹം ഉപദേശിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. സ്വന്തം മൂത്രം തന്നെ ഒരു മരുന്നാണെന്നും അത് ശീലമാക്കുകയാണെങ്കിൽ മറ്റ് മരുന്നുകൾ ആവശ്യമായി വരില്ലെന്നും അദ്ദേഹം പറയുകയുണ്ടായി. 100 വയസ്സിൽ കൂടുതൽ കാലം ഡോക്ടർ PK വാര്യർ ജീവിച്ചിരുന്നെങ്കിലും അദ്ദേഹത്തിന് രോഗങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അവനവൻ്റെ മൂത്രമാണ് അവനവൻ്റെ രോഗത്തിന് ഏറ്റവും നല്ല മരുന്ന് എന്നാണ് അമേരിക്കക്കാർ കണ്ടുപിടിച്ചിരിക്കുന്നത് എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട്. മൂത്രത്തിൻ്റെ അനാലിസിസ് മുഴുവൻ ബോഡി കെമിക്കൽസാണ്. നാം കഴിക്കുന്ന ആഹാരം മുഴുവൻ ബോഡി കെമിക്കൽസായി കൺവേർട്ട് ചെയ്യും. മുഴുവൻ ബോഡി ഉപയോഗിക്കില്ല. ബാക്കി വരുന്ന എക്സസ്സായിട്ടുള്ള, അതായത് കൂടുതലായിട്ടുള്ള പോഷകങ്ങളാണ് ബോഡി പുറത്തേക്ക് വിടുന്നത് എന്നും അദ്ദേഹം പറയുന്നു. മൂത്രം സ്റ്റെറൈൽ, അതായത് രോഗാണുമുക്തം ആണെന്ന് മാത്രമല്ല അവനവൻ്റെ രോഗങ്ങൾക്കുള്ള ആൻറ്റിബോഡീസ് കൂടി മൂത്രത്തിലുണ്ട് എന്നാണ് അമേരിക്കക്കാർ ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത് എന്നും അദ്ദേഹം വെളിപ്പെടുത്തുന്നു. ക്യാൻസർ ബാധിച്ചാൽ മൂത്രം കുടിക്കാൻ അമേരിക്കക്കാർക്ക് മടിയില്ല. നമ്മുടെ ആൾക്കാർക്കാണ് ഈ കാര്യങ്ങളിലൊക്കെ ധാരണയില്ലാത്തത് എന്നും ഡോക്ടർ PK വാര്യർ പറയുന്നുണ്ട്. നന്ദി.